അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ചെയ്തതെന്നുള്ള ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 4 BHK ഒരു വീടാണിത്. അപ്പോൾ 4 അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് 2 ബാത്റൂം, താഴെ 2 ബാത്റൂം, സെയിം പോർഷനിൽ തന്നെ 4 ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ 2 ബാത്റൂമിൻ്റെ മുകളിലുള്ള ബാത്റൂമിൻ്റെ ഇത് 4 ഇഞ്ച്, ഇത് 2 വേസ്റ്റ് ലൈന്, പിന്നെ ഒരു സോളാറിൻ്റെ ഹീറ്റർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച്, പിന്നെ 2 വാട്ടർ ലൈൻ, 1 ഇഞ്ച് വാട്ടർ ലൈൻ. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ വാട്ടർ ലൈൻ അടിച്ച് മുകളിലോട്ട് കയറ്റാണ് ചെയ്യാറ്. പിന്നെ ഒരു 2.5 ഇഞ്ചിൻ്റെ ഒരു ഡ്രെയിനേജ്, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ മെയിൻ 4 ഇഞ്ച്, ഇത്രയാണ് ഇവിടെ ചെയ്തത്. പിന്നെ ഈ ഒരു താഴത്തുള്ള ബാത്റൂമിൻ്റെ സെയിം തന്നെ അതുപോലെ തന്നെ ടീട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് ചേർന്ന് ഈ ബാത്റൂമിൻ്റെ അതുപോലെ സെപ്പറേറ്റ് ടീട്ട് കണക്ട് ചെയ്ത് ആ ഭാഗത്തായിട്ടാണ് വേസ്റ്റ് കുഴി. അതേപോലെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ സെപ്റ്റി ടാങ്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ വാട്ടർ ലൈൻ ഇറങ്ങിയേക്കുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ പമ്പ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പ്രഷർ പമ്പിൻ്റെ ഒരു വയർ വരാനായിട്ട് ഒരു പൈപ്പ്, ഇത് നമ്മൾ സോളാർ ഹീറ്ററിൻ്റെ ഒരു പൈപ്പ്, ഇത് പ്രഷറിൻ്റെ ലൈനായിട്ട് ഇറക്കിയേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഇവിടുത്തെ ക്യാച്ച് 6 നമ്മൾ 2 ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ വെക്കുന്നത്, അതിന് 2 വയറായിട്ട് ഇറങ്ങാനായിട്ട് ഇട്ടേക്കുന്നതാണ്. പിന്നെ ഇത് 1.5 ഇഞ്ച് ഇവിടെ ഒരു സേവിങ് ടാങ്ക്, കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സേവിങ്ങിന് ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3/4 ഇഞ്ച് അതിൻ്റെ ലൈൻ കയറാനായിട്ട് വരെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊരു മോട്ടർ ലൈൻ മെയിൻ, പിന്നെ ഇത് നമ്മുടെ മെയിൻ വാട്ടർ ലൈൻ. പിന്നെ വരുന്നത് ഒരു ഓവർഫ്ലോ, ഒരു 1 ഇഞ്ച് പൈപ്പ് നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട്. ടാങ്ക് സെറ്റ് ചെയ്തിട്ടില്ല, ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും വാൽവ് നേരെ തന്നെ വെച്ചേക്കുന്നത്. പലരും വിചാരിക്കും നേരെ വെച്ച് കഴിഞ്ഞാൽ അടയില്ല, തുറയില്ല. പലരും പല രീതിയിലൊക്കെ വെക്കാറ്. നമ്മൾ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് അടയ്ക്കാനും പറ്റും. അപ്പോൾ ഗൈസ്, ഇതിനെ പറ്റിയുള്ള ഈ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്.